ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മളുടെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിട്ട് വെക്കുന്നത്. അപ്പോളേ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ട ഒരു കമൻ്റ് ആയിരുന്നു, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കാൻ ഉള്ള വീടാണോ എന്നുള്ളൊരു കമൻറ്റ് കുറേ പേര് ചോദിച്ച് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ളൊരു ഇതാണ്, ഞാൻ എൻ്റെ ഫാമിലിക്ക്, ഞാൻ, വൈഫ്, കൊച്ച്, അപ്പൻ, അമ്മ, അനിയൻ, ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടാണിത്. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി, സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വീട് തന്നെയാണിത്. പിന്നെ വേറെ കുറേ പേര് ചോദിച്ചത് ഇതിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതാണ്. ഞാൻ ഒരു 7 ലക്ഷം രൂപ ബഡ്ജറ്റാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അത് കടന്നുപോയി. ഇപ്പം നിലവിൽ ഒരു 7,12,372 രൂപ വരെ ചിലവായിട്ടുണ്ട്. ഇന്ന് വരെയുള്ള ചിലവ് അത്രയായിട്ടുണ്ട്. ഇനിയും തീരാൻ പ്ലംബിംഗ് ഉണ്ട്, ഫ്ലോറിൻ്റെ പരിപാടിയുണ്ട്, പിന്നെ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഫാബ്രിക്കേഷൻ വർക്കുകളുണ്ട്. ഇതെല്ലാം കൂടെ തീരണമെങ്കിൽ ഇനിയും ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ വേണ്ടി വരുമായിരിക്കും. അറിയില്ല എത്രയാണെന്ന് അറിയില്ല. പക്ഷെ എന്താണേൽ പോലും നമുക്കിതെല്ലാം തീരുമ്പോഴേക്കും എന്തെന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു വീട്ടിലേക്ക് ആ ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കണമെങ്കിൽ മിനിമം ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 2000 രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് വീട് പണിതെടുക്കുകയും ചെയ്യാം, ഒരു വ്യത്യസ്തമായിട്ട്. കാരണം ഞാൻ ഈ രീതിക്ക് പണിയുന്നത് കൊണ്ടാണ് ഇപ്പം ഇതുപോലുള്ളൊരു വീഡിയോ ഇടുന്നത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായി ചെയ്ത് കഴിഞ്ഞാലേ അതിലൊരു സുഖമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു എന്തെന്ന് പറയണേ, കയ്യിൽ ക്യാഷ് ഇല്ലാതെ ഒരാൾ വീട് പണിയാൻ ഇറങ്ങുമ്പോൾ എങ്ങനെയെല്ലാം നമ്മൾ വീട് പണിയിൽ മാക്സിമം എവിടെയൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ ഏറ്റവും മുകളിലത്തെ ഈ റൂം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ റൂം ഇത്തിരി അസഹനീയമാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുത്തായതുകൊണ്ട് നമുക്ക് കാണാമല്ലോ, നമ്മളുടെ തലയിടിക്കും. കൈ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പിന്നെ ഒരു 1/2 അടിയും കൂടെ ഗ്യാപ്പുള്ളൂ. അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത്, അപ്പം ഇത്രയും അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഇതിന് ചെറിയൊരു ചൂട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് മീൻസ് ആ രീതിക്കുള്ള ചൂടുള്ള പുഴുകലാണ്, കാരണം ഉള്ളിലേക്ക് ചൂട് ഇതാക്കിയിട്ടുള്ള പുഴുകലാണ്. പക്ഷേ നമുക്കിവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വലിയ സീനില്ല. പക്ഷേ നട്ടുച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇത് സീൻ തന്നെയാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ ഒരു 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നോർമൽ ആവും കേട്ടോ. പിന്നെ വീണ്ടും ചൂട് കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ താഴേക്കും നമ്മളുടെ തൊട്ട് താഴത്തെ ആ റൂമിലേക്കൊന്നും ചൂടോ യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനി ഇത് ഇത്രയും അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വി ബോർഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ഫുള്ള് ക്ലോസ് ആയില്ലേ. പിന്നെ ഇനിയിപ്പോൾ ആ സൈഡ് മാത്രം കൂടെ ക്ലോസ് ചെയ്യാനുള്ളൂ. അപ്പോൾ എയർ സർക്കുലേഷൻ ഇത്തിരി കുറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ളൊരു വിഷയങ്ങളാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. കാരണം ഇനി അതിൽ സീലിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ പേര് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഉമ്മനഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ വീടുള്ളത്. ഇപ്പോൾ ഇന്നലെ 2 പേര് വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ കോഴിക്കോട് നിന്ന് വന്നവരാണ്. ആ ഒരു വീട് വന്ന് കണ്ട് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നലെ തിരുവല്ലയിൽ നിന്നൊരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഇതേപോലെ ഒരു 10-500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ആ വീടിന് മുകളിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം വന്നിട്ട് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ പോരായ്മയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പറയും എന്നാൽ നമ്മൾ വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളതെല്ലാം കണ്ടിട്ട് ആൾക്കാർ അതിനൊരു റെസ്പോൺസ് തരുമ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളുടെ ഈ വീഡിയോ കണ്ട് 2 പേരെങ്കിൽ 2 പേര് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് മതി. കാരണം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചിന്തിച്ചല്ലോ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ തൃശ്ശൂരിലെ ഞാൻ ആ വീട്, ചാലക്കുടിയിലെ വീട് കാണിച്ചു തന്നില്ലേ, അത് നല്ല അടിപൊളിയായിട്ട് ഇനി മൊത്തം പണിയോടെ കഴിഞ്ഞാൽ നോക്കിക്കോ വേറെ ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്തായാലും ചുമ്മാ വർത്തമാനം പറഞ്ഞ് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഇന്ന് നമ്മളുടെ ഈ ഫ്ലോറൊക്കെ കിടക്കണമല്ലേ, ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ വയറിങ്ങിൻ്റെ ആൾക്കാർ വരും. പിന്നെ തേപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ടറിൽ തറയുടെ അവിടെ മാത്രമൊക്കെ ഒന്ന് തേക്കണം. പിന്നെ ഗ്യാപ്പൊക്കെ ഫുള്ള് ഫില്ല് ചെയ്ത് ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. തേപ്പിൻ്റെ ആൾക്കാർ വരും. പിന്നെ നമ്മുടെ ഈ വി ബോർഡിൻ്റെ ഇടയ്ക്കിടെയൊക്കെ പുട്ടിയിടണം. എന്നിട്ട് അതിനകത്ത് മാറ്റ് ഒട്ടിക്കണം. വി ബോർഡിലൊക്കെ ഷീറ്റ് ഒട്ടിക്കുക കേട്ടോ. വേറെ പരിപാടികളൊന്നും ചെയ്യുന്നൊന്നുമില്ല. ലോ ബഡ്ജറ്റിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന രീതിക്ക്. ലാസ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേറെ വലിയ സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചുമ്മാ വലിച്ചു കെട്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.